ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജി പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ 4-5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 1, 2, 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഒന്നാമത്തെ ചോദ്യം, സംസ്കാരത്തെ നിർവചിക്കുക. 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഡിഫൈൻ കൾച്ചർ. 2, സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ. വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. കൾച്ചറിന് 3 ഡയമെൻഷൻസ് ആണുള്ളത്. ആ 3 ഡയമെൻഷൻസ് 6 മാർക്കിന് വരാറുണ്ട്. അപ്പോൾ ആദ്യം എന്താ കൾച്ചർ എന്ന് എഴുതണം, ശേഷം എന്താണെന്ന് എഴുതണം, പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ്, സാംസ്കാരിക ചലന മാന്യം. കൾച്ചറൽ ലാഗ് എന്താണെന്ന് 3 മാർക്കിന് ചോദിക്കാം. നെക്സ്റ്റ്, വംശീയ കേന്ദ്രോന്മുഖത. എത്തനോസെൻട്രിസം എന്നാൽ എന്ത്? അതുപോലെ സാർവജനീനത, കോസ്മോപൊളിറ്റനിസം 6 മാർക്കിന് ചോദിക്കാം. മറ്റൊരു ചോദ്യം, സാമൂഹികവൽക്കരണത്തിൻ്റെ ഏജൻസികൾ. വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? വാട്ട് ആർ ദ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ? 5-6 മാർക്കിന് വരാം, അല്ലെങ്കിൽ എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് സോഷ്യലൈസേഷനും ഏജൻസീസും. ചാപ്റ്റർ 5, 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഒബ്ജക്റ്റിവിറ്റി സബ്ജക്റ്റിവിറ്റി എന്താണെന്ന് ചോദിക്കും. 5 മാർക്കിന്. വസ്തുനിഷ്ഠത, ആത്മനിഷ്ഠത. വസ്തുനിഷ്ഠതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മറ്റൊരു ചോദ്യം. വാട്ട് ആർ ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഒബ്ജക്റ്റിവിറ്റി? സൂക്ഷ്മ രീതിയും സ്ഥൂല രീതിയും എന്താണ്? മൈക്രോ ആൻഡ് മാക്രോ മെത്തേഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ മെത്തേഡ് ആൻഡ് മാക്രോ മെത്തേഡ്. 4 മാർക്ക്. പങ്കാളിത്ത നിരീക്ഷണം എന്താണ്? അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും 8 മാർക്കിന് മേ ബി ചോദിക്കാം എസ്സേ ആയിട്ട്. വാട്ട് ഈസ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആൻഡ് വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്? മറ്റൊരു ചോദ്യം, സർവേയുടെ ഗുണങ്ങളും ദോഷങ്ങളും. വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് സർവേ? 6 മാർക്കിന് പ്രതീക്ഷിക്കാം. വ്യത്യസ്ത തരം അഭിമുഖങ്ങൾ. ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് 4 മാർക്ക്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, വ്യത്യസ്ത തരം സാമ്പിളിംഗ് രീതികളാണ് മറ്റൊന്ന്, 4 മാർക്ക്. മറ്റൊന്ന്, അഭിമുഖത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഇൻ്റർവ്യൂ 6 മാർക്ക്. ഇത്രയും ചോദ്യങ്ങൾ പഠിക്കുക 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ 4ഉം 5ഉം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അത് നിങ്ങൾ കണ്ടാൽ മതി.